ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മൾ ഫങ്ഷണൽ അനാലിസിസിലെ 11ാമത്തെ സെക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ 18ാമത്തെ ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ലീനിയർ ഫങ്ഷനെ പറ്റിയിട്ടാണ്. ഇനി അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലീനിയർ ഫങ്ഷനിലെ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബൗണ്ടഡ് ലീനിയർ ഫങ്ഷൻസ് ഓൺ നോർമൽ ലീനിയർ സ്പേസിലുള്ള ബൗണ്ടഡ് ലീനിയർ ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ലീനിയർ ഫങ്ഷനിൽ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു. അതിന് എക്സാമ്പിളുകൾ അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ എങ്ങനെയാണ് ഉണ്ടാവുകയെന്നും അതുപോലെ തന്നെ അതിൻ്റെ നോം, ഒരു ഫങ്ഷൻ്റെ നോം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാമെന്നും, അല്ലെങ്കിൽ സെലക്ട് കളക്ഷൻ ഓഫ് ഓൾ ഫങ്ഷണൽസ് എന്താണ്, ഒരു നോംഡ് സ്പേസ് ആണോ, അവിടുത്തെ നോം എങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ ഉള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്കൊരു നോംഡ് സ്പേസ് ഉണ്ട്, എക്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഫങ്ഷണൽ അല്ലേ, എക്സ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് എക്സ് ഹാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നത് സെറ്റ് ഓഫ് ഓൾ ഫങ്ഷണൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിലൊരു ഫങ്ഷണൽ ഉണ്ട് എഫ് എന്ന് പറയുന്ന ആ ഫങ്ഷണലിനെ നമ്മൾ ബൗണ്ടഡ് ഫങ്ഷണൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ബൗണ്ടഡ് ഫങ്ഷണൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്കേലാർ സി എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, such that modulus of f of x less than or equal to c into norm x for all x belongs to capital X. ഇവിടെയുള്ള ഏതൊരു വെക്റ്റർ എടുത്തിട്ടുണ്ടെങ്കിലും ആ വെക്റ്ററിൽ നിന്നും ഉള്ള ലീനിയർ മാപ്പ്, അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എപ്പോഴും ചെറുതായിരിക്കും ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു നോം എക്സ്. അങ്ങനത്തെ ഒരു കോൺസ്റ്റൻറ്റ് എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്ത് പറയും, ബൗണ്ടഡ് ആണ് എന്ന് പറയും. ദാറ്റ് ഈസ് എഫ് ഈസ് ബൗണ്ടഡ് ഓൺ ബൗണ്ടഡ് സെറ്റ്, അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, എഫ് ഫങ്ഷണൽ എന്താണ് ബൗണ്ടഡ് എന്ന് പറയുന്നത്, ബൗണ്ടഡ് ഓൺ ബൗണ്ടഡ് സെറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. ഈ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ് ബൗണ്ടഡ്. ഈ സീൻ്റെ സ്ഥാനത്ത് ഇനി നമ്മൾ ഓരോന്നും മാറ്റങ്ങൾ വരും. അപ്പം ഇതിലുള്ള നോട്ട്, അപ്പോൾ ഒരു ഫങ്ഷണൽ എപ്പോഴാണ് കണ്ടിന്യൂസ് ആകുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു ഫങ്ഷണൽ ഉണ്ട്, ആ ഫങ്ഷണൽ കണ്ടിന്യൂസ് ഫങ്ഷണൽ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സീക്വൻസ് ഉണ്ട്, എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ട് ക്യാപിറ്റൽ എക്സിൽ, അതായത് നോർമൽ ലീനിയർ സ്പേസിൽ. ആ സീക്വൻസ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യും. എവിടേക്ക്? എക്സിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ എഫ് ഓഫ് എക്സ് എന്നിൻ്റെ വാല്യൂ എവിടേക്ക് കൺവേർട്ട് ചെയ്യണം, എഫ് ഓഫ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമെങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്ത് പറയും, എഫ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറയും. സിമ്പിളാണ്. ഒരു സീക്വൻസ്, അതായത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു സീക്വൻസ്, ഒരു കൺവേർജൻ സീക്വൻസ് എടുത്തിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ, അതിൻ്റെ മാപ്പിൻ്റെ വാല്യൂ എന്തിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുക അല്ലേ? എക്സ് ആണെങ്കിൽ ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്നെ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമെങ്കിൽ എഫ് ഓഫ് എക്സ് എന്നെ എഫ് ഓഫ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുണ്ട് എങ്കിൽ എഫ് എന്താണ്, കണ്ടിന്യൂസ് ഫങ്ഷണലാണ്. അടുത്തൊരു നോട്ട് കൂടിയുണ്ട്, അതായത് നമ്മൾ ഡിനോട്ട് ചെയ്യുക എക്സ് സ്റ്റാർ, ക്യാപിറ്റൽ എക്സ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണലിനെയാണ് എക്സ് സ്റ്റാറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ് ഹാഷ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ലീനിയർ ഫങ്ഷണൽ. ഓക്കെ, എല്ലാ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണലും എന്താണ്, ലീനിയർ ഫങ്ഷണലാണ്. പക്ഷെ എല്ലാ ലീനിയർ ഫങ്ഷണലും എന്തായിക്കൊള്ളണമെന്നില്ല, ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ആയിക്കൊള്ളമില്ല. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയുള്ളത് അടുത്ത നോട്ട് നോമാണ്. എങ്ങനെയാണ് ഒരു എക്സ് സ്റ്റാറിൽ നോം ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷനിൽ നോം ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിരുന്നു സെറ്റ് ഓഫ് ഓൾ ഫങ്ഷണൽ ലീനിയർ ഫങ്ഷണൽ എന്താണ് എന്ന് പറഞ്ഞിരുന്നു, നോംഡ് ലീനിയർ സ്പേസ് ആണ് എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു വിത്ത് ദി സുപ്രീമം നോം അല്ലേ, സുപ്രീമം നോം അല്ലേ. നമ്മൾ അവിടുത്തെ നോമിനെ പറഞ്ഞിരുന്നു. ഇവിടെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം അടുത്തത് നമ്മൾ പറയുന്നത് എഫ് എന്ന് പറയുന്നത് എക്സ് സ്റ്റാറിലുണ്ട്. എക്സ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ. അങ്ങനെ ഉണ്ട് എങ്കിൽ നോം എഫ് സ്റ്റാർ അല്ലെങ്കിൽ നോം എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണെന്നുള്ളതാണ്. ഇതിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഇതിൽ അവസാനത്തെ ഈ ഇക്വലൻസി ആയിട്ടുള്ള ഈ സംഭവം, ഈ ഇക്വാലിറ്റി മാത്രം പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ഇതും പറയാം. സുപ്രീമമാണ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ നോം എക്സ്.
എക്സ് ഒരിക്കലും 0 ആകാൻ പാടില്ല. അതല്ല, ഏറ്റവും സിമ്പിളായിട്ടുള്ള നോമിൻ്റെ ഡെഫിനിഷനാണ് നോം ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോം ഓഫ് സ്റ്റാർ അങ്ങനെയും പറയാം ഉണ്ട്, നോം സ്റ്റാർ ഓഫ് എഫ്. ഓക്കെ, അപ്പം സുപ്രീമം നോം എക്സ് ഈക്വൽ ടു 1 യൂണിറ്റ് ലെങ്ത് ഉള്ള ഏതൊരു വെക്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഏതാണോ വലുത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോം ഓഫ് എഫ്, എഫിൻ്റെ നോം എന്ന് പറയുന്നത്. ഓക്കെ, നോം എഫ്. അപ്പോൾ ഈ നോം കൊണ്ട് ഏത് എഫ് എക്സ് സ്റ്റാർ എന്ന് പറയുന്ന, അതായത് സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷനിൽ എന്തായിരിക്കും എന്നാണ് പറയുന്നത്, ഒരു നോം ലീനിയർ സ്പേസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത കൺസെപ്റ്റ് നമ്മൾ ബൗണ്ടഡ് പറഞ്ഞിരുന്നു. ബൗണ്ടഡ് അല്ലേ, അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ്. അപ്പം ഈ സിൻ്റെ സ്ഥാനത്ത് ആരെ കൊടുക്കാം, നോം എഫിനെ കൊടുക്കാം. അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻറ്റു നോം എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ബൗണ്ടഡിന് ഡെഫിനിഷനാണ്. ബൗണ്ടഡിൻ്റെ വേറെ, കാരണം നോം എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് എ സ്കേലാർ റിയൽ നമ്പർ അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി, സി എന്ന് പറയുന്നതിന് നോം എഫ് എന്ന് പറയുന്നത് കൊണ്ടും കുഴപ്പമില്ല, അത് എല്ലാം ഈക്വലൻ്റ് ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബൗണ്ടഡിൻ്റെ ഡെഫിനിഷനിൽ വരുന്നത്. മറ്റേതാണെങ്കിൽ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുക ഇതാണ്. ഇവിടെ സ്റ്റാർ ഇടണമെന്നില്ല, നോം എഫ് എന്ന് മാത്രം മതി, സ്റ്റാർ നോം ഓഫ് എഫ് എന്നൊന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ അടുത്തത് ഒരു പ്രൊപ്പോസിഷനാണ്. എഫ് ബൗണ്ടഡ് ഫംഗ്ഷനിലാണ് if and only if which is continuous function. Every bounded functional is a continuous function. If and only if condition ആണ്. അതായത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷണൽ ആണെങ്കിൽ അത് ബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്. പ്രൂഫ്, സപ്പോസ് എഫ് ഈസ് ബൗണ്ടഡ് ആണ് എന്ന് നിർത്തും. അങ്ങനെ വരുമ്പോൾ എന്താണ്, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻറ്റു നോം എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് അല്ലേ. അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു സീക്വൻസ് എടുത്തു, എക്സ് എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ട്, അത് x0യിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, മോഡുലസ് ഓഫ് എക്സ് നോം ഓഫ് എക്സ് മൈനസ് എക്സ് കൺവേർജസ് ടു 0 എന്ന് പറയാൻ പറ്റും ഇല്ലേ. ദാറ്റ് മീൻസ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാം മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് വരുന്നത്, കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ലീനിയാരിറ്റി പ്രകാരം മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട് ചെയ്താൽ. എന്തുകൊണ്ടാണ് എഫ് ലീനിയറിൻ്റെ ഡെഫിനേഷൻ ലീനിയർ ഫങ്ഷണലാണ്. ലീനിയർ ഫങ്ഷണലിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഒന്നിച്ചോ അല്ലെങ്കിൽ അല്ലേ ഇങ്ങനെ എഴുതാവുന്നതാണ്. അടുത്തത് ഇത് പ്രകാരം മോഡുലസ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബൗണ്ടഡ് ആണ്, എഫ് ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് എക്സ് നോട്ട് ആണ്. അപ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ട് നോം എഫ് ഇൻറ്റു നോം ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയാം. ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ അത് 0യിലേക്ക് പോകും. അപ്പം എന്താണ് ഇവിടെ കാരണം എന്താണ് ഇങ്ങനെ എഴുതാൻ കാരണം എഫ് ബൗണ്ടഡ് ആണ്. അടുത്തത് ഇത് ടെൻസ് ടു 0 ആണ്. എന്തുകൊണ്ടാണ്, n ടെൻസ് ടു ഇൻഫിനിറ്റി. കാരണം എന്തുകൊണ്ട്, നോം ഓഫ് എക്സ് മൈനസ് എക്സ് ടെൻസ് ടു 0 ആണ്. അറിയാം, അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, എഫ് കണ്ടിന്യൂസ് ആണ് എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് കണ്ടിന്യൂസ് ആണ് എന്ന് അസ്യൂം ചെയ്തിട്ട് അല്ലേ, കണ്ടിന്യൂസ് ആണ് എന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് എന്ത് ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അസ്യൂം ചെയ്തു എഫ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീക്വൻസ് എടുക്കുകയാണ് ഞാൻ, എക്സ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുത്തു. എക്സ് എൻ കൺവേർജസ് ടു 0യിലേക്ക് കൺവേർജ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം എഫ് എന്താണ്, കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു 0 എന്ന്. എഫ് ഓഫ് 0 എന്തായിരിക്കും, 0 തന്നെ ആയിരിക്കും. കാരണം എന്തുകൊണ്ട്, ലീനിയർ ഫങ്ഷണൽ കൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ട്. അറിയാം, അണ്ടർസ്റ്റുഡ്. ഓക്കെ, എഫ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസ് 0 ആയിരിക്കും. ഓക്കെ, ഫങ്ഷണൽ. അപ്പോൾ എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു ഇതായിരിക്കൊണ്ട് എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, എങ്ങനെ നമ്മൾ അത് പ്രൂവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് 0 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0നെ പുറത്തെടുക്കാൻ ബൈ ലീനിയർ പ്രോപ്പർട്ടി. അപ്പോൾ 0
പുറത്തെടുത്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 1 എടുത്താലും മതി കേട്ടോ. 1 എടുത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 1 എടുത്താലും 0 പുറത്തെടുത്ത് 0 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാവും. എഫ് ഓഫ് എക്സ് ഏത് വാല്യൂ ആണെങ്കിലും സ്കെയിലർ വാല്യൂ ആണ്. അപ്പം 0 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അതുകൊണ്ടാണ് ആ പ്രോപ്പർട്ടി വരുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യം. അപ്പം ഇത് കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ എഫ് നമ്മൾ അസ്യൂം ചെയ്യാണ്, കോൺട്രഡിക്ഷൻ ആണ്. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എഫ് ബൗണ്ടഡ് അല്ല എന്നെടുത്തു, ദാറ്റ് ഈസ് എഫ് ഈസ് നോട്ട് ബൗണ്ടഡ്. അങ്ങനെ വരുമ്പം അവിടെ എന്ത് ചെയ്യും അല്ലേ, ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ അല്ല എൻ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പറിന് ദർ എക്സിസ്റ്റ്, അവിടെ ഒരു എന്നിന് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ് എൻ ഉണ്ടായിരിക്കും. ആ എക്സ് എന്ന് വിത്ത് ആ എക്സ് എന്ന് യൂണിറ്റ് ലെങ്ത് ആണെന്ന് അസ്യൂം ചെയ്തു. അതായത് നോം എക്സ് എൻ ഈക്വൽ ടു 1. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എക്സ് എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എൻ ആയിട്ടുള്ള അങ്ങനെ ഒരു എന്തെടുത്തു അങ്ങനെ ഒരു ഫങ്ഷണൽ ഉണ്ട് എന്നെടുത്തു. കാരണം അങ്ങനത്തെ ഒരു എലമെന്റ് ഉണ്ട് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അസ്യൂം ചെയ്ത് ബൗണ്ടഡ് അല്ല എന്ന് പറഞ്ഞിട്ടാണ്. ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സംതിങ് എന്നോ അല്ലെങ്കിൽ എൻ ഇൻറ്റു എക്സ് നോം എക്സോ അങ്ങനെ എന്തോ വരിക. ഇവിടെ നമ്മളെടുത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും നിർബന്ധമായിട്ടും. ഇത് പോസിബിളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള കൺസെപ്റ്റ്സ് ഉപയോഗിച്ച് ഇവിടെ ഒരു ഇനീക്വാലിറ്റി ഉണ്ട്. അതായത് മോഡുലസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റർ ദാൻ എൻ ആകുമ്പോൾ ഈ എന്നിനെ അപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എൻ ഈസ് ഗ്രേറ്റർ ദാൻ 1 വലുതാണ്. അങ്ങനെ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് മോഡുലസ് ഓഫ് ഇത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ എൻ എന്ന് എഴുതാം. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അല്ല ഫംഗ്ഷനല്ലേ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. അങ്ങനെ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് എക്സ് എൻ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, 0ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എക്സ് എൻ ബൈ എന്നും എങ്ങോട്ട് തന്നെ എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് ആകുമ്പോൾ അതും 0ലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ ബൈ എക്സ് എൻ ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് കണ്ടിന്യൂസ് ആണ് 0 എഫ് കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഈ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ ബൈ എൻ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ 0ലേക്കുള്ള അപ്രോച്ചിങ് പറ്റിയായിരുന്നു എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയിൽക്കാകുമ്പോൾ. പക്ഷേ ഇവിടെ പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്, 1നേക്കാട്ടും വലിയൊരു സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യില്ല, ഈ സീക്വൻസ് ഫങ്ഷണൽ സീക്വൻസ് എന്ത് ചെയ്യില്ല, കൺവേർജ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് കോൺട്രഡിക്ഷൻ. കാരണം എന്തുകൊണ്ട് കൺവേർജ് ചെയ്യണം, കാരണം എഫ് ഈസ് കണ്ടിന്യൂസ്, അവർ അസംഷൻ ഈസ് റോങ്. ദാറ്റ് ഈസ് എന്താണ്, എഫ് ബൗണ്ടഡ് അല്ല എന്നുള്ള അസംഷൻ റോങ് ആണ്. ദെർഫോർ വി വിൽ ടേക്ക് എഫ് ഈസ് ബൗണ്ടഡ്, ദാറ്റ് ഈസ് എഫ് ബൗണ്ടഡ് ആണ് എന്ന് കിട്ടി. ഇനി റിമാർക്കാണ്, ഒരു ലീനിയർ ഫംഗ്ഷനിൽ എടുത്തു കണ്ടിന്യൂസ് ആണ്, 0ൽ ഒറിജിനിൽ കണ്ടിന്യൂസ് ആണ് എങ്കിൽ, ഒരു ലീനിയർ ഫംഗ്ഷനിൽ എഫ് ഒറിജിനിൽ കണ്ടിന്യൂസ് ആണ് എങ്കിൽ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് അറ്റ് എവ്രിവെയർ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് അറ്റ് എനി എക്സ്, ഏത് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് പ്രൂഫ് എടുത്ത് എഫ് കണ്ടിന്യൂസ് ആണ് എവിടെ എക്സ് ഈക്വൽ ടു 0. അതിൻ്റെ മീനിങ് എന്താണ്, ഒരു എക്സ് എൻ അല്ലേ കണ്ടിന്യൂസ് ആണ്, എഫ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 0 എന്നിട്ടുണ്ടെങ്കിൽ എക്സ് എൻ കൺവേർജസ് ടു 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു 0 ആയിരിക്കും. ലെറ്റ് എക്സ് എൻ ബി എ സീക്വൻസ് ആണ്, എക്സ് എൻ കൺവേർജസ് ടു എക്സിലേക്ക് കൺവേർജ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് എൻ മൈനസ് എക്സ് എവിടേക്ക് കൺവേർജ് ചെയ്യും, 0ലേക്ക് കൺവേർജ് ചെയ്യും അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ്. നമ്മളിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒറിജിനിൽ കണ്ടിന്യൂസ് ആണ്, അതായത് എക്സ് എൻ മൈനസ് എക്സ് എന്താണ്, കൺവേർജസ് ടു 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എഫ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ്, കാരണം എഫ് കണ്ടിന്യൂസ് അറ്റ് ഒറിജിൻ ആണ്, എഫ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കൺവേർജസ് ടു 0 ഒറിജിനിലേക്ക് കൺവേർജ് ചെയ്യുന്നുള്ളതിനെ കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇനി ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് കൺവേർജസ് ടു 0, എന്തുകൊണ്ട് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അടുത്തത് എഫ് ഓഫ് എക്സ് എൻ ഇല്ലേ, ഇപ്പുറത്തേക്ക് എക്സിനെ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് എൻ, ഇതിൻ്റെ മീനിങ് ആണ് എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നിന്നും എന്ത് കിട്ടി, ഫോർ ഓൾ എക്സ് അല്ലേ, എഫ് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് എനി എക്സ്, ഏതൊരു എക്സിന് എന്താണ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി.
പിന്നെ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷനിൻ്റെ നോം, ആ എക്സ് സ്റ്റാറിൻ്റെ നോം അല്ലേ, സ്റ്റാർ ആൽജിബ്ര എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സി സ്റ്റാർ ആൽജിബ്ര, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് വരുന്നത്. ഓക്കെ, അവർ ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് ഓഫ് ദി ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻസിൻ്റെ സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻസിൻ്റെ നോം പല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ മോഡൽ ചെയ്ത ഒരു രീതി. അടുത്ത രീതി, ആദ്യത്തെ രീതി ഇതായിരുന്നു, മോഡുലർ നോം എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ നോം എക്സ്. അടുത്ത രീതി മറ്റൊന്നുള്ളത് സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അടുത്ത മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈക്വലൻ്റ് ആയിട്ടുള്ളതാണ്, ഇതിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ സുപ്രീമം ഓഫ് 1 ബൈ നോം എക്സ് ഇൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഉള്ള കണ്ടീഷനാണിത്. അടുത്തത് 1 ബൈ ഇൻഫിമം, ഇൻഫിമം മോഡുലസ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്താണ് 1 ആയിട്ടുള്ളതിനാണ് ഇതൊക്കെ പോസിബിൾ ആവുക. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇത്രയും നോം ഉണ്ട്. നമുക്ക് ഇതിൽ പഠിച്ചു വെക്കേണ്ടി ഒന്നേ ഉള്ളൂ, ഏതാണത്? ഒറ്റ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, നോം എഫ് ഈക്വൽ ടു സുപ്രീമം നോം എഫ് ഓഫ് എക്സ് അല്ലേ, വേർ നോം എക്സ് ഈക്വൽ ടു 1, അത് മാത്രം മതി. അല്ലെങ്കിൽ ഈ മോൾത്തത് ഇതും മതി. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻ ഇൻ ഹിൽബേർട്ട് സ്പേസ്. ഹിൽബേർട്ട് സ്പേസിലെ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻസിൻ്റെ ഫോം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിന് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹിൽബേർട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ചെറിയൊരു സ്പേസ് ആണ്, പക്ഷേ അതിന് കുറേ പ്രോപ്പർട്ടികളുണ്ട്. നോർമൽ ലീനിയർ സ്പേസിനെക്കാട്ടിലും കൂടുതൽ പ്രോപ്പർട്ടികളുണ്ട്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഒരു ഇന്നർ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നോം ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു നോം ഉണ്ട് എന്ന് വിചാരിച്ചാൽ അത് ഇന്നർ പ്രോഡക്റ്റ് ഇൻഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല. അതെങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ് അത് വെരിഫൈ ചെയ്യുക? പൈതഗോറിയൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളതൊക്കെ വെരിഫൈ ചെയ്യുക. കാരണം പൈതഗോറിയൻ കൺസെപ്റ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന നോമാണ് എങ്കിൽ അതെന്താണ്? നോം ഇൻഡ്യൂസ്ഡ് ബൈ ഇന്നർ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന തിയറം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എസ് എ ആയിട്ട് ചോദിക്കും. റീഡ്സ് റെപ്രസെൻറ്റേഷൻ തിയറം. അതായത് ഒരു ഹിൽബേർട്ട് സ്പേസ് ഉണ്ട്, ആ ഹിൽബേർട്ട് സ്പേസിൽ കുറേ ഫങ്ഷണൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈ ബിലോങ്സ് ടു എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷനാണ്. അതായത് ഫൈ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷനലാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മളോട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടൊരു യുണീക്ക് ഒരു വൈ ഉണ്ടായിരിക്കും. വൈ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും, ഒരു വെക്റ്റർ ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ആ ഫംഗ്ഷനിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും വിത്ത് ദി ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ വൈ വേർ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്. അതായത് വൈ ഫിക്സഡ് ആയിരിക്കും, അങ്ങനത്തെ യുണീക്ക് ആയിരിക്കും ഉള്ളതാണ് ഒന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അതുപോലെ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ വൈ എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണ്, അങ്ങനെ ഒരു ബൗണ്ടഡ് ഫംഗ്ഷനൽ ഉണ്ട് എങ്കിൽ അങ്ങനെയാണ് എന്ന് പ്രൂവ് ചെയ്യണം. അടുത്തത് ഏതെങ്കിലും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനൽ ഉണ്ട് ഹിൽബേർട്ട് സ്പേസിൽ എന്ന് വിചാരിക്കാം, അത് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ഏതിനെ കൊണ്ട്? വൈനെ കൊണ്ട് ഈ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതൊരു ഐസോമെട്രി ആയിരിക്കും, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐസോമെട്രി ആണ് എന്നും കൂടി ഇതിൽ പ്രൂവ് ചെയ്യണം. 3 കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യുക. ഐസോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നോം എഫ് ഈക്വൽ ടു നോം വൈ എന്ന് പറയുന്നതാണ് ഐസോമെട്രി. ഓക്കെ, നോം എഫ് ഈക്വൽ ടു നോം വൈ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻവേഴ്സ് പ്രൂവ് ചെയ്യാനുള്ളത് ഏതൊരു വൈ എടുത്തിട്ടുണ്ട് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ഫങ്ഷണൽ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊന്ന്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് യുണീക്കായിട്ടൊരു വൈ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഇങ്ങനത്തെ ഫങ്ഷണൽ എക്സിസ്റ്റ് ചെയ്യുന്ന വൈ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനത്തെ ഒരു ഫങ്ഷണൽ ഉണ്ട് എന്ന്, ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, പിന്നെ മൂന്നാമത്തത്
അതിൻ്റെ ഐസോമെട്രി, അതായത് നോം ഫൈ എന്ന് പറയുന്നത് നോം വൈ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഐസോമെട്രി ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, പ്രൂഫ് ആദ്യം നമ്മൾ യുണീക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. അതായത് അങ്ങനത്തെ y1ഉം y2ഉം രണ്ട് വെക്ടറുകളുണ്ട് ഹിൽബർട്ട് സ്പേസിൽ. അത് സാറ്റിസ്ഫൈ ചെയ്യും ഏത് ഈ പ്രോപ്പർട്ടി, അതായത് φ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ y1ഉം അതുപോലെ തന്നെ φ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ y2ന്നും സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് വിചാരിക്കും. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ y1 ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ y2 എന്നാണ് അല്ലേ? കറസ്പോണ്ടിങ് ആയിട്ട് അപ്പം നമുക്ക് ഇതിനെ അപ്പുറത്തൊക്കെ എടുത്തിട്ടുണ്ട് എങ്കിൽ സ്കേലാസ് ആണ്. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ y1 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ y2 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഈ കൺസെപ്റ്റ്സിൽ നിന്നും ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എച്ച്, ഇവിടെ തന്നിട്ടുണ്ട് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എച്ച്, ഇതിൽ നിന്ന് നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം ഇന്നർ പ്രോഡക്റ്റിൻ്റെ. അങ്ങനെ വരുമ്പം ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ y1 മൈനസ് y2 വിച്ച് ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്. ഫോർ ഓൾ എക്സിനും ഇത് ബാധകമാണ് എന്ന് പറയുമ്പം വൈയും എവിടെയുള്ള ആളാണ്? എച്ചിലുള്ള ആളാണ്. എച്ചിൻ്റെ അപ്പം റീപ്ലേസ് ചെയ്യുക. എക്സിൻ്റെ സ്ഥാനത്ത് വൈ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? വൈ അല്ലേ? വൈ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് y1 മൈനസ് y1ഉം എച്ചിലുള്ളതാണ്, y2ഉം എച്ചിലുള്ളതാണ്, y1 മൈനസ് y2ഉം എച്ചിലുള്ളതാണ്. therefore നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? y1 മൈനസ് y2 കോമ y2 ഇന്നർ പ്രോഡക്റ്റ് ഓഫ് y1 മൈനസ് y2 കോമ y1 മൈനസ് y2 എന്ന് കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇത് പോസിബിൾ ആണ്. അതായത് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ എക്സ് എന്ന് പറഞ്ഞാൽ നോം എക്സ് സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ഇവിടെ നോം y1 മൈനസ് y2 സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇഫ് ആൻഡ് ഓൺലി ഇഫ് y1 മൈനസ് y2 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് y1 ഈക്വൽ ടു y2 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എച്ച് അല്ലേ? therefore ഇവിടെ നമുക്ക് എന്ത് കിട്ടി? y1ഉം y2 ഈക്വൽ ആണ്, ദാറ്റ് ഈസ് y ഈസ് യുണീക്ക് ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത പ്രൂഫ് നമുക്ക് ചെയ്യാനുള്ളത് യുണീക്ക് ആണ് എന്ന് കിട്ടി ആ റെപ്രസെൻറ്റേഷൻ. ഇനി ഏതൊരു വൈ എടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് എന്താണ് എന്ന് പറയണം? ബൗണ്ടഡ് ആണ് എന്ന് പറയാനാണുള്ളത്. അതായത് ഫോർ എനി വൈ ഡിഫൈൻ ചെയ്തു നമ്മൾ ഫൈ സഫിക്സ് വൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ വൈ. അവിടെ വൈ ഫിക്സഡ് ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ നമുക്കറിയാം ഇതെന്താണ്? ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ വൈയിൽ ഒരിക്കലും ഒന്നും മാറൂല, എക്സിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ. അവിടെ പാരാമീറ്റർ എന്താണ്? എക്സ് ആണ്. അപ്പം അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഫങ്ഷണൽ ആണ് എന്ന് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എക്സാമ്പിളിൽ. ഓക്കെ, അപ്പം ഇതൊരു ലീനിയർ ഫങ്ഷണലാണ്. അത് മാത്രമല്ല ഇന്നർ പ്രോഡക്റ്റ് എന്താണ്? ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എവറി കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആർ എന്താണ്? എവറി കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആർ ബൗണ്ടഡ് അല്ലേ? നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ബൗണ്ടഡ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ബൗണ്ടഡ് ആണ്. അതിൽ നിന്നും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി ബൗണ്ടഡ് ആണ് എന്ന് കിട്ടി. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത കോഷി-സ്വാർട്സ് ഇനീക്വാലിറ്റി നമുക്കറിയാം. എന്തായിരുന്നു? ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ. അത് പ്രകാരം മോഡുലസ് ഓഫ് ഫൈ സഫിക്സ് വൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ വൈ ആണ്, വിച്ച് ഈസ് ഷാർട്സ് ഇനീക്വാലിറ്റി കോഷി-സ്വാർട്സ് ഇനീക്വാലിറ്റി പ്രകാരം വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ വൈ. ഇനി ഒരു പ്രത്യേകത ഉണ്ട്. നോം ഫൈ ഓഫ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതാണ്. നോം ഫൈ ഓഫ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കറസ്പോണ്ടിങ് ആയിട്ട്? കാരണം നോം എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് നോം എക്സ് ഈക്വൽ ടു 1 ആണ് അല്ലേ? അതിനെയാണ് നമ്മളിത് പറയുന്നത്. അതായത് നോം എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നോം എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക ഇവിടെ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വൈ നോം സഫിക്സ് ഫൈ ഓഫ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു നോം വൈ. അപ്പം വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് കിട്ടി. ഒരു ഇനീക്വാലിറ്റി കിട്ടി. അടുത്ത ഇനീക്വാലിറ്റി നമുക്ക് അറിയാം. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് നോം ഓഫ് മോഡുലസ് ഓഫ് ഫൈ ഓഫ് വൈ. കാരണം വൈയും എച്ചിലുള്ള ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് വൈ കോമ വൈ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ആണ്. അപ്പം
നോം വൈ സ്ക്വയർ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് എന്താണ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബൗണ്ടഡിൻ്റെ കൺസെപ്റ്റ്സ് പ്രകാരം, കാരണം കണ്ടിന്യൂസ് ആണ് ബൗണ്ടഡ് ആണ്. നോം ഓഫ് ഫൈ ഇൻറ്റു നോം വൈ, ഇവിടെ നോം ഓഫ് ഫൈ ഇൻറ്റു നോം വൈ. ഇവിടെ നോക്കുക നോം വൈ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ഫൈ ഇൻറ്റു നോം വൈ എന്നാണ്. കറസ്പോണ്ടിങ് ആയിട്ട് അതിൽ നിന്നും വൈ ക്യാൻസൽ വിത്ത് വൈ, അപ്പോൾ നമുക്ക് ഉണ്ടാകുക നോം വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ഫൈ. ഇത് രണ്ടാമത്തെ. ഈ രണ്ട് ഇനീക്വാലിറ്റിയും 1ഉം 2ഉം ഇനീക്വാലിറ്റി പ്രകാരം നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? നോം വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഫൈ സഫിക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം വൈ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? നോം ഓഫ് വൈ ഈക്വൽ ടു എന്താണ്? വൈ ആണ് എന്ന് കിട്ടി. നോം വൈ ആണ് എന്ന് കിട്ടി. ഇതെന്താണ്? ഐസോമെട്രി ആണ് എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഐസോമെട്രി ആണ് എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഷോ ചെയ്യാനുള്ള ഏതൊരു ഫംഗ്ഷനിൽ എടുത്താലും ഇങ്ങനെ ഒരു വൈ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു വൈയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, എഴുതാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ആദ്യം 0 ആണെന്ന് വിചാരിക്കാം. ഫൈ ഈക്വൽ ടു 0 ഫംഗ്ഷനലാണെങ്കിൽ ട്രിവിയൽ കേസാണ്, അതിനെന്ത് ചെയ്യണ്ട, വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ, അടുത്ത കേസ് ഫൈ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0. അങ്ങനെ ആണെങ്കിൽ ലെറ്റ് കേണലിനെ നമ്മൾ എൽ എന്ന് പറഞ്ഞെടുത്തു, എൽ ആണ് എന്ന് എടുത്തു. അതുപോലെ അങ്ങനെ ആകുമ്പോൾ എൽ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഈക്വൽ ടു 0. അത് 0 അല്ല എൽ. അപ്പോൾ എന്താണ്? എൽ ഈസ് എ പ്രോപ്പർ ആൻഡ് ക്ലോസ്ഡ് സബ് സ്പേസ് ഓഫ് ഹിൽബർട്ട് സ്പേസ്. കാരണം ഹിൽബർട്ട് സ്പേസിൻ്റെ എല്ലാ അല്ലേ കേണൽ സബ് സ്പേസുകൾ എന്താണ്? ക്ലോസ്ഡ് സബ് സ്പേസ് ആണ് ഹിൽബർട്ട് സ്പേസിൻ്റെ കേണൽ അല്ലേ? നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഹിൽബർട്ട് സ്പേസിൻ്റെ ഉള്ള ഒരു പ്രോപ്പർ സബ് സ്പേസ് ആണ് ആര്? എൽ. അപ്പം നമുക്ക് എന്ത് കിട്ടി? ക്ലോസ്ഡ് സബ് സ്പേസ് ആണ് ഓക്കെ എൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഫൈ എന്താണ്? ക്ലോസ്ഡ് സബ് സ്പേസ് ആണ് എങ്കിൽ, അതായത് ഇല്ലേ ഇവിടെ എന്താണ്? എൽ എന്ന് പറയുന്നത് കേണലാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ക്ലോസ്ഡ് സബ് സ്പേസ് ആണ് എൽ എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ ഫങ്ഷണൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ലീനിയർ ഫങ്ഷണൽ ഫൈ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ലീനിയർ ഫങ്ഷണൽ കണ്ടിന്യൂസ് ആണ്. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട് തൊട്ട് മുമ്പ്. ഫൈ ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ വൈ ആണ് എങ്കിൽ, അതല്ലെങ്കിൽ അത് ഉപയോഗിക്കണമെന്നില്ല. ക്ലോസ്ഡ് സബ് സ്പേസ് ഓഫ് ഹിൽബർട്ട് സ്പേസ് എൽ ക്ലോസ്ഡ് സബ് സ്പേസ് ആണ് എങ്കിൽ ഫൈ എന്തായിരിക്കും? ഫങ്ഷണൽ ലീനിയർ ഫങ്ഷണൽ 0 ഒന്ന് ക്ലോസ്ഡ് സബ് സ്പേസ് ആണ് എങ്കിൽ, എൽ ക്ലോസ്ഡ് സബ് സ്പേസ് ആണെങ്കിൽ ഫൈ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അതൊരു റിസൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി പ്രൊജക്ഷൻ തിയറി അപ്ലൈ ചെയ്തിട്ട് എച്ച് ഈക്വൽ ടു എന്തെന്ന് എഴുതാറ്റും? എൽ പ്ലസ് എൽ പെർപെൻഡിക്കുലർ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച്. എച്ചിന് പെർപെൻഡിക്കുലർ, അതായത് ഇവിടെ എല്ലിന് പെർപെൻഡിക്കുലർ. അപ്പം എൽ പെർപെൻഡിക്കുലർ എൽ പ്ലസ് എൽ ഇതെന്താണ്? ഡയറക്റ്റ് സം ആണ്. ഈ സംഭവം എന്താണ്? ഡയറക്റ്റ് സം. ഡയറക്റ്റ് സം എൽ പെർപെൻഡിക്കുലർ എന്നാണ് പറയാം. അപ്പോൾ അതായത് ഏതൊരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും, എച്ചിൽ ഏതൊരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനെ ഡയറക്റ്റ് സം ആക്കി എഴുതാം. എങ്ങനെ ഡയറക്റ്റ് സം? എല്ലിലുള്ള ഒരു ടേമിൻ്റെയും എൽ പെർപെൻഡിക്കുലർ ഉള്ള ടേമിൻ്റെയും എടുത്തിട്ട് സമ്മാക്കി എഴുതാൻ പറ്റും എന്നാണ് ഇതിൻ്റെ കണ്ടീഷൻ. അങ്ങനെ വരുമ്പം എം എന്താണ്? ഒരിക്കലും ഒരു ഇംപ്രോപ്പർ സ്പേസ് അല്ല. അതായത് എം നോട്ട് ഈക്വൽ ടു എച്ച് അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ്? എം അല്ല എല്ലാണ് കേട്ടോ. ഇവിടെ എൽ എന്നുള്ളത് മാറിപ്പോയാണ്. ഈ എമ്മിൻ്റെ സ്ഥാനത്ത് എല്ലാണ് കേട്ടോ, ഇവിടെ തെറ്റിപ്പോയതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എൽ പെർപെൻഡിക്കുലർ കണ്ടെയ്ൻ ചെയ്യും ഒരു നോൺ സീറോ എലമെൻ്റ് എങ്കിലും വിത്ത് നോം സെഡ് ഈക്വൽ ടു 1. നോം സെഡ് 1 ആയിട്ടുള്ള നമുക്കൊരു വെക്റ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും യൂണിറ്റ് വെക്റ്റർ ഉണ്ടാക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ കിട്ടിയാൽ എക്സ് ബൈ നോം എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ യൂണിറ്റ് വെക്റ്റർ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഇവിടെ സെഡ് എന്ന് പറയുന്ന ഏതൊരു നോൺ സീറോ എലിമെൻ്റ് എടുത്താലും ആ സെഡ് ഉണ്ട്. സെഡിൽ നിന്നും നമുക്ക് അല്ലെങ്കിൽ വൈ ഉണ്ട് എങ്കിൽ ആ വൈയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോം സെഡ് കാണാൻ പറ്റും. ഓക്കെ, നോം സെഡ് കാണാൻ പറ്റും. അപ്പം
കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എൽ പെർപെൻഡിക്കുലറിൽ നോൺ സീറോ എലമെന്റ് ഉണ്ടാവും. ആ നോൺ സീറോ എലമെന്റ് നമ്മൾ എടുക്കുന്ന സെഡ് ആണ് വിത്ത് നോം സെഡ് ഈക്വൽ ടു 1. കാരണം ഒരു നോൺ സീറോ എലമെന്റ് വെക്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ നോൺ സീറോ വെക്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേ പാരലല് അല്ലെങ്കിൽ അതേ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ ആക്കാൻ പറ്റും. ഓക്കെ, എന്താണ് എക്സ് ബൈ നോം എക്സ്. അപ്പോൾ നോം എടുക്കുമ്പോൾ യൂണിറ്റ് അതിൻ്റെ ലെങ്ത് എന്താണ് യൂണിറ്റ് 1 ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഫോർ എക്സ് ബിലോങ്സ് ടു എച്ച് ഞാനൊരു ട്രിക്ക് ചെയ്യാണ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു സെഡ് മൈനസ് എഫ് ഓഫ് അല്ല ഫൈ ആണിത്. ഫൈ ഓഫ് എക്സ് ഇൻറ്റു സെഡ് മൈനസ് ഫൈ ഓഫ് സെഡ് ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്തു. അങ്ങനെയാണ് ആ എലമെൻ്റ് എവിടെ ഉണ്ടാവാന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഫൈ ഓഫ് എക്സ് ഇൻറ്റു സെഡ് മൈനസ് ഫൈ ഓഫ് സെഡ് ഇൻറ്റു എക്സ് അങ്ങനെ നമ്മൾ എടുത്തു. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ ഫൈ ഈസ് നമുക്ക് അത്ര വലിയ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ ഇവിടെ ഫൈ ഓഫ് എക്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈ ഈസ് ലീനിയർ ഫംഗ്ഷൻ. ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് പുറത്തെടുക്കുക, ഫൈ ഓഫ് എക്സ് പുറത്തെടുക്കാം ഇൻറ്റു ഫൈ ഓഫ് സെഡ് മൈനസ് ഇവിടെ ഫൈ ഓഫ് സെഡിനെ പുറത്തെടുക്കാം ഫൈ ഓഫ് എക്സ് ഇങ്ങനെ കിട്ടും. ഇതെന്താണ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് സെഡ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് സെഡ് മൈനസ് ഫൈ ഓഫ് സെഡ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ഉണ്ടാവും, എല്ലിലുണ്ടാവും. എന്തുകൊണ്ട്, എൽ ഈസ് എ കേണൽ ഓഫ് ഫൈൻ്റെ കേണലാണ് ആര്, എല്ല്. ഈ കുഞ്ഞാപ്പ് എൽ പെർപെൻഡിക്കുലർ അല്ല എല്ല്. അപ്പം ഈ പറയപ്പെടുന്ന എഫ് ഓഫ് എക്സ് സെഡ് അല്ലേ, അതായത് ഈ പറയപ്പെടുന്ന ഫൈ ഓഫ് എക്സ് ഇൻറ്റു സെഡ് മൈനസ് ഫൈ ഓഫ് സെഡ് ഇൻറ്റു എക്സ് എന്ന് പറയപ്പെടുന്ന കുഞ്ഞാപ്പ് എവിടെ ഉണ്ടായിരിക്കും, എല്ലിലുണ്ടായിരിക്കും, അതായത് കേണലിലുണ്ടായിരിക്കും എന്നാണ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് സെഡ് എവിടെ ഉള്ള ആളാണ്, എൽ പെർപെൻഡിക്കുലറിലുള്ള ആളാണ്. അപ്പം എല്ലിൽ ഒരാളുടെയും അതുപോലെ എൽ പെർപെൻഡിക്കുലറിൽ ഒരാളുടെയും ഇന്നർ പ്രോഡക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ എല്ലിലുള്ള ആളാണ് ആര്, ഫൈ ഓഫ് എക്സ് ഇൻറ്റു സെഡ് മൈനസ് ഫൈ ഓഫ് സെഡ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത്. എല്ല് പെർപെൻഡിക്കുലറുള്ള ആളാണ് സെഡ്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. കാരണം രണ്ട് കുഞ്ഞാപ്പുകളുള്ളതും കൊണ്ട് ഫൈ ഓഫ് എക്സ് ഇൻറ്റു സെഡ് കോമ സെഡ് പിന്നെ ഫൈ ഓഫ് സെഡ് ഇൻറ്റു എക്സ് അല്ലേ, ഈ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഫൈ ഓഫ് സെഡ് ഇൻറ്റു എക്സ് കോമ സെഡ് വിച്ച് ഈസ് ഈക്വൽ ടു 0. കാരണം എന്തുകൊണ്ടാണ് അത് 0 ആകാൻ കാരണം, പെർപെൻഡിക്കുലർ സെഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ്, എല്ലിന് പെർപെൻഡിക്കുലർ ആണ്. എല്ലിന് പെർപെൻഡിക്കുലർ ഉള്ള സാധനമാണിത്. നമ്മൾ ഓർത്തഗണൽ ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് 0 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും പ്രോപ്പർട്ടീസ്, ഇത് സ്കേലാർസ് ആണ്. ഫൈ ഓഫ് എക്സ് സ്കേലാർ ആണ്, ഫൈ ഓഫ് സെഡും സ്കേലാർ ആണ്. ടേക്ക് ഔട്ട് സൈഡ്. ഇപ്പോൾ ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് സെഡ് കോമ സെഡ് എന്ന് പറഞ്ഞാൽ നോം സ്ക്വയർ ഓഫ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കണ്ട. പിന്നെ ഫൈ ഓഫ് സെഡ് ഇൻറ്റു അത് സ്കേലാർ ആണ്, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ സെഡ് ഈക്വൽ ടു 0. ഇനി നമ്മളൊരു തരികിട ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിന്നും ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് സെഡ് കോമ സെഡ് 1. അപ്പോൾ ഫൈ ഓഫ് എക്സ് ബാക്കി മൈനസ് അവന് അപ്പുറത്തൊക്കെ വരുമ്പോൾ പ്ലസ് ആവും, പോസിറ്റീവ് ആവും. എന്ത് വരും, ഫൈ ഓഫ് സെഡ് ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് സെഡ്. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇനി ഞാൻ ഈ ഫൈ ഓഫ് സെഡിനെ ഉള്ളിലേക്ക് എടുക്കുകയാണ് വെച്ചാൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ട് രണ്ടാമത്തെ പൊസിഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ ഫൈ ഓഫ് സെഡ് ബാർ, അതായത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ഫൈ ഓഫ് സെഡ് ഇൻറ്റു സെഡ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനെ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ വൈ, ഇവിടെ എന്തുകൊണ്ട് ഇത് സ്കേലാർ ആണ് അല്ലേ, കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ഇത് എന്ന് പറയുന്നത് സ്കേലാർസ് ആണ്. അപ്പോൾ വൈ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഫൈ ഓഫ് സെഡ് ബാർ ഇൻറ്റു സെഡിനെയാണ് നമ്മൾ വൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡൗട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമോ വാട്സപ്പോ വഴിയോ ചോദിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ.
താങ്ക് യു വെരി മച്ച്.